ബെനറ്റേ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഞാൻ ഇവിടുത്തെ ജോലി വിട്ടാലോ എന്ന് ആലോചിക്കുക. എന്നിട്ടോ? ബാംഗ്ലൂർ മതിയാക്കുക. അപ്പോ നമ്മളിനി കാണില്ലേ? കാണണ്ടെന്ന എന്റെ തീരുമാനം. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. പിറകെ നടന്ന് അടിയുണ്ടാക്കി ഉണ്ടാതിരിക്കുമ്പോ ഞാൻ ഇടുന്ന കുറെ എഫേർട്ട് ഉണ്ട്. ഇതൊന്നും സോൾവ് ആവാതെ വരുമ്പോ എനിക്ക് വർക്കിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ ആണെങ്കിലോ എൻ്റെ എഫേർട്ടിൽ കുറച്ച് ഹാപ്പിനെസ് ഉണ്ട്. എന്നാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടിയല്ലേ. നിന്റെ ഭാഗത്തും തെറ്റില്ലേ? എൻ്റെ ഭാഗത്താ തെറ്റ്, നിന്റെ ഭാഗത്താണ് തെറ്റ്. നീയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ ഓവർ തിങ്കിങ്. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? എടി, എഫേർട്ട് ഉണ്ട്, എഫേർട്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയുന്നില്ല. പക്ഷെ ലൈഫിൽ നീ കുറച്ച് എഫേർട്ട് എടുക്കാൻ പഠിച്ചേ പറ്റൂ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം മുന്നോട്ട് പോകാനാ. പിന്നെ ഒരാൾ എഫേർട്ട് ഇടുന്നതും 2 ആൾ എഫേർട്ട് ഇടുന്നതും രണ്ടും രണ്ടാ. എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുവാ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നീ ഇതൊക്കെ പറഞ്ഞ വല്ല എന്നെ മനസ്സിലാക്കിട്ടാണോ? ഇത്ര ഉള്ളോ നീ? എനിക്ക് റിലേഷൻഷിപ്പില് എഫേർട്ട് ഇടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തോണ്ടാ. നമ്മൾ വെളിയിൽ പോകുമ്പോ ഒരുമിച്ച് കറങ്ങുമ്പോ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തോണ്ടാ, അല്ലാതെ എഫേർട്ട് ഇടാൻ ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല. സോറിടാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പോവാ. എനിക്ക് പോണം. അനു, ഞാൻ ഇങ്ങനെ വാശി കാണിച്ച് ഇറങ്ങിപ്പോയി മിണ്ടാതെ ബ്ലോക്കൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെ ഇറങ്ങിപ്പോകാനായിരുന്നെങ്കിൽ നീ പണ്ടേ പോകാമായിരുന്നു. ഈ തവണ ഞാൻ എഫേർട്ട് ഇടാം.